ഉണക്കമീനൊക്കെ എന്നും കടയിൽ നിന്ന് വാങ്ങിക്കാറല്ലേ പതിവ്. എന്നാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് വീട്ടിൽ ഉണക്കിയെടുത്താലോ. പിന്നെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെയിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഈ മഴക്കാലത്ത് വരെ നമുക്ക് മീൻ ഉണക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണക്കിയെടുക്കാനായിട്ട് അയലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 6 അയലയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കണേ. അപ്പോഴേ ആ ഉണക്കമീൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ചന്തൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു 6 മീനും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചെകിളയൊക്കെ വലിച്ചിട്ട് ആ തലഭാഗം അവിടെ വെക്കുക. എന്നിട്ട് ചെകിള ഇവിടെ വലിച്ചിട്ട് അതിനകത്തുള്ള വേസ്റ്റൊക്കെ ഇതുപോലെ അങ്ങ് വലിച്ചെടുത്ത് കളയാം. അപ്പോൾ നോക്കി 6 മീനും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു മീനിൻ്റെ വാൽ ഭാഗം വരെ ഇതുപോലെ അങ്ങ് മുറിച്ച് കൊടുക്കുകയാണേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മുള്ളിൻ്റെ താഴ്ഭാഗം വരെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഇടുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് അകത്തേക്കൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ നോക്കിയേ, ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ മീനും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണേ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ അയല വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഉണക്കിയെടുക്കാം കേട്ടോ. വെയിലിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ മീൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഇതുപോലുള്ളൊരു ബോക്സാണ്. അപ്പോൾ ഈ ബോക്സും മീനും ഉപ്പും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മീൻ അങ്ങ് ഉണക്കിയെടുക്കാം. അപ്പോൾ ഈ ബോക്സിലോട്ട് ആദ്യമേ തന്നെ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോക്സിൻ്റെ അടിഭാഗത്ത് കവർ ചെയ്യുന്ന രീതിയിൽ മുഴുവനായിട്ട് ഇതുപോലെ ഉപ്പൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഓരോ മീൻ എടുത്തിട്ട് ഇതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കണേ. അപ്പോൾ മീൻ വെക്കുന്നതിന് മുന്നേ മീനിന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ നിറച്ചായിട്ട് ഉപ്പ് ഇതുപോലെ അങ്ങ് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ശരിക്കും അങ്ങ് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് വെച്ച് കഴിയുമ്പോൾ പുഴു വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പ് നന്നായിട്ട് തന്നെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ആ തലഭാഗത്തും അതുപോലെ തന്നെ ഈ അടിഭാഗം വരെ ഉപ്പ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് നമ്മുടെ ബോക്സിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാനായിട്ട് പോവാണേ. അപ്പോൾ നമുക്കിപ്പോൾ താഴത്തെ ലെയറിലൊരു 3 എണ്ണമാണ് കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു 3 എണ്ണം ഇതുപോലെ നമ്മുടെ ബോക്സിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ താഴെ മുഴുവനായിട്ട് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ വെക്കുന്ന സമയത്ത് താഴെ വെച്ചിട്ട് മീനിൻ്റെ മുകളിലായിട്ട് ഉപ്പ് ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അങ്ങ് മീൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. 2 ലെയറായിട്ടും ഇതുപോലെ അങ്ങ് മീൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ടും ഉപ്പ് ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കാം. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് നേരെ നമ്മുടെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് കയറ്റാനായിട്ട് പോവുകയാണേ. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 10 ദിവസം വരെ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഉണക്കമീൻ അങ്ങ് റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഇടയ്ക്ക് എടുത്തിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളയണേ. ഒരു 3 ദിവസം ആകുമ്പോൾ ഇതിൽ വരുന്ന വെള്ളം ഒന്ന് ഊറ്റി കളയുക. പിന്നെ വീണ്ടും വെക്കുക. പിന്നെ ഒരു 3 ദിവസം ആകുമ്പോൾ വീണ്ടും അതിൻ്റെ വെള്ളം കളഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാനിത് 3 ദിവസം ആയപ്പോൾ ഇതുപോലെ അങ്ങ് വെള്ളമൊക്കെ അങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ഊറ്റി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഊറ്റി കളയുമ്പോൾ ഇപ്പോൾ മീൻ നോക്കിയാൽ ശരിക്കും അങ്ങ് ആയിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയായിട്ട് അങ്ങ് ഉണങ്ങി വരണത്രേ. ഇനിയിപ്പോൾ വീണ്ടും വെക്കുക. എന്നിട്ട് 3 ദിവസം ആകുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഊറ്റി കളയാവുന്നതാണ്. അപ്പോൾ 10 ദിവസം ആകുമ്പോൾ നമ്മുടെ അയലയൊക്കെ നന്നായിട്ട് ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ നോക്കിയേ, 10 ദിവസത്തിന് ശേഷം ഞാനിത് എടുക്കുവാണേ. അപ്പോൾ നമ്മുടെ അയലയൊക്കെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് തന്നെ ഉണങ്ങി നല്ല ഉണക്ക മീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ മഴക്കാലത്ത് വരെ ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഉണക്കമീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെ ബൈ.